നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു കേരള സ്റ്റൈലിലുള്ളൊരു ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യാം. ചിക്കൻ എടുത്തു, കഴുകി, നമുക്കതിനകത്തൊന്ന് വര ഇട്ടാം. നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇപ്പോൾ ഈ മുളകും ഉപ്പും ഒക്കെ നല്ലതായിട്ട് അതിനകത്തോട്ട് അകത്ത് എത്തും. സോ നമ്മൾ ഈ ചിക്കൻ ഫ്രൈയുടെ ഒരു ടേസ്റ്റ് നമ്മൾ പറയാതിരിക്കും. ഏത് കഴിക്കാത്ത ആൾക്കാരും, അതായത് വളരെ ഇൻട്രസ്റ്റ്, അതായത് വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആൻഡ് കുരുമുളക്, മീറ്റ് മസാല, ചിക്കൻ മസാല ആൻഡ് മീറ്റ് മസാല ആൻഡ് ജീരകം, ഉപ്പ്, കുറച്ച് മൈദ, ഒരു മുട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് കരിയാപ്പില, ജിഞ്ചർ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക്, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഓക്കെ, ഇത് നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം ചേർത്തിട്ട് ഈ സാധനങ്ങളെല്ലാം, മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലകളെല്ലാം ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ശരിക്ക് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ചിക്കൻ ഫ്രൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചിക്കൻ ഫ്രൈയുടെ ഉത്ഭവം എന്ന് പറയുകയാണെങ്കിൽ, ചിക്കൻ ഫ്രൈ ആദ്യമായിട്ട് തട്ടുകടകളിൽ കൂടെയാണ് വരുന്നത് കേട്ടോ. അതൊരു 5 സ്റ്റാർ ഹോട്ടൽ ഡിഷൊന്നുമായിട്ടൊന്നല്ല അത് വരുന്നത്. ഇത് ആദ്യമായിട്ട് വരുന്നത് തട്ടുകടകളിൽ കൂടെയാണ് ഇത് വരുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഭയങ്കര ഡച്ചും ഒരു ബ്രിട്ടീഷ് എല്ലാം ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ചിക്കൻ ഫ്രൈക്കകത്ത്. ബട്ട് നമ്മുടെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പൈസസ് ഭയങ്കര റിച്ച് ആണല്ലോ. നമ്മൾ ഈവൻ കേരളത്തിലെ കുറിച്ച്, എസ്പെഷ്യലി കേരളത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്പൈസസ്, ഇപ്പോൾ കുരുമുളകാണെങ്കിൽ, ഏലമാണെങ്കിലും, ഇഞ്ചി ആണെങ്കിലും, ലോങ് ആണെങ്കിലും, ഇങ്ങനെ ഈ പറയുന്ന സാധനങ്ങൾ മൊത്തം, കറുവപ്പട്ട, എന്ത് സാധനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ കേരളത്തിലാണ് ഇത് മെയിനായിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം അപ്പം നമ്മൾ ഈ സ്പൈസസ് കണ്ടപ്പോൾ നമ്മുടെ അതുകൊണ്ട് ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനകത്ത് നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒത്തിരി സാധനങ്ങൾ, പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒത്തിരി സാധനങ്ങൾ തോന്നും. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകൾ, നമ്മൾ ചിക്കൻ മസാലയും എന്നെ പറഞ്ഞ മീറ്റ് മസാലയും ഒക്കെ നമ്മൾ ഗരം മസാലയും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലതായിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതായത് ഈ ഉപ്പെല്ലാം ഇതിനകത്ത് നല്ല ക്ലിയറായിട്ട് അകത്തോട്ട് ഒന്ന് കയറി നല്ലതായിട്ടൊന്ന് പിടിക്കണം. നല്ലതായിട്ട് നിങ്ങൾ നോക്കിക്കണ്ടേ, നല്ല ക്ലിയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ട് അതിന് ശേഷം കുറച്ചും കൂടെ മുളക് പൊടിയും കൂടെ ചേർക്കാം നമുക്ക്. കളർ, അതായത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ഫ്രൈയും കുറച്ച് കളറൊക്കെ ആയിട്ട് വരും. ഈവൻ നമ്മൾ ഒരു ഇതിനകത്ത് നമുക്ക് ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ റെഡ്, ദാറ്റ് ഈസ് നോട്ട്, നമ്മുടെ ഹെൽത്തിന് അത് നമുക്ക് വെരി ഡേഞ്ചറസ് ആണ്. കുട്ടികളൊക്കെ കഴിക്കുന്നത്. കരിയാപ്പില നല്ലതായിട്ട് നമ്മൾ ഒന്ന് തിരുമി എടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നമ്മളുടെ ചിക്കൻ ഫ്രൈക്കകത്ത് വരാൻ 100% ചാൻസ് ഉണ്ട്. സോ നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതേപോലെ. പിന്നെ കൂട്ടുകാരെ, മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ചില്ലി, മുളക്, വത്തല മുളകിൻ്റെ പൊടി ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൾസോ വെരി ടേസ്റ്റി, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ആൻഡ് നമുക്ക് നമ്മൾ എപ്പോഴും ഏത് കാര്യം ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചേരുവകളൊക്കെ ഉള്ളതാണ് ഈ സാധനം. അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഇപ്പം എൻ്റെ രീതിയിലൊരിത് ചേർക്കാമെന്നോ, അല്ലെങ്കിൽ ദിസ് ഇസ് വെരി സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ഇപ്പോൾ പഴയ ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാലങ്ങളായിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇത് ഒന്ന് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റിൽ, ചിലവർ അരമണിക്കൂർ വെക്കും. ഞാൻ ഫ്രീസറിലാണ്
ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, സോ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ, അതായത് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നത് എണ്ണ നല്ലതായിട്ട് ചൂടാകണം. അപ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം. കറി ലീഫ് ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചേരുവകളെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ യുനോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ചില സാധനങ്ങൾക്ക് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിലോ ഇതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറവുകളൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, നോട്ട് മച്ച്, ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ല. നമുക്കെല്ലാം നമ്മുടെ വീടുകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് പിന്നെ ചിലവർ ഈ മൈദയ്ക്ക് പകരം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൈദയാണ് ചേർക്കാറുള്ളത്. സോ നിങ്ങൾക്ക് ഏത് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ നമുക്കത് ചെയ്ത് എടുക്കാവുന്നതാണ്. നോക്കൂ, നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, അതിൻ്റെ കളർ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ, നല്ല കളറ്. പക്ഷെ ഒരു ഫുഡ് കളറോ എനിത്തിങ് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. സോ യു മസ്റ്റ് ട്രൈ ദിസ് വൺ. സോ നിങ്ങളത് നോക്കണം, ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ.